ഇതിന് നമ്മുടെ പാറ്റകൾ എങ്ങനെ പ്രതികരിച്ചെന്നറിയണ്ടേ? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരിക്കുകയാണ്. വെറും 5 ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സിന് ഉണ്ടാക്കിയ പാർട്ടി. പാർട്ടിയുടെ പേര് AJP. ഇനിയാണ് എന്റെ ഷോ. അയിഞ്ഞാട്ടം തുടങ്ങുക. സോറി, എന്റെ ഫാനിസം തലയ്ക്ക് പിടിച്ചാണ്. AJP അല്ല, CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഇതെങ്ങനെ ഉണ്ടായെന്ന് അറിയണ്ടേ? കഴിഞ്ഞ മെയ് 15-ന് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ജഡ്ജായ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തി. തൊഴിലില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെയാണ്. അവർക്ക് ജോലിയില്ല. അവർ സോഷ്യൽ മീഡിയയിലും RTI ആക്ടിവിസത്തിലും കയറി എല്ലാവരെയും ആക്രമിക്കുന്നു. ഇതാണ് നടന്ന വിഷയം. അങ്ങനെ ജെൻസി യുവാക്കൾ എക്സിൽ ഇതിനെതിരെ പ്രതികരിച്ചു. അല്ലെങ്കിലും ഞങ്ങളെ ഭരിക്കുന്നവർക്ക് ഞങ്ങൾ പാറ്റകൾ തന്നെയല്ലേ, എന്നാൽ പിന്നെ ആ പേരങ്ങ് ഏറ്റെടുക്കാം എന്നും പറഞ്ഞ് അഭിജിത്ത് ദീപ്കെ എന്നൊരാൾ തുടങ്ങിയ ഇന്റർനെറ്റ് മൂവ്മെന്റ് ആണിത്. ഇതാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡിങ്. ഈ ജഡ്ജിമാർക്ക് ഒരു പാർട്ടിയോട് സപ്പോർട്ട് പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജഡ്ജി BJP അല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം BJPക്ക് നേരെ തിരിഞ്ഞത്? ബിക്കോസ് അവരുടെ പ്രശ്നം കോക്രോച്ച് എന്ന വാക്കല്ല, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് ആണ്. അതിന് കാരണക്കാരായ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിനെ അവര് കളിയാക്കി തുടങ്ങി. ഈ പാർട്ടി ചേരാൻ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും വേണ്ട, പക്ഷെ ചില യോഗ്യതകൾ വേണം. ഇതിൽ ഏതൊക്കെ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെന്ന് നോക്കണം. നിങ്ങളൊരു തൊഴിലില്ലാത്ത ആളായിരിക്കണം. രണ്ടാമത്തത്, ഭയങ്കര മടിയനായിരിക്കണം. മൂന്നാമത്തത്, എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണം. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും എക്സാം പേപ്പേഴ്സ് ലീക്ക് ആവുന്നതും പിന്നെ അൺഎംപ്ലോയ്മെന്റും കാരണം മടുത്തു നിൽക്കുന്ന യുവാക്കളുടെ ഒരു കടുത്ത നിരാശയും ദേഷ്യവുമാണ് ഈ സെൽഫ് മോക്കറി അല്ലെങ്കിൽ ഈ പരിഹാസത്തിലൂടെ പുറത്തു വരുന്നത്. ജഡ്ജ് ഉദ്ദേശിച്ചത് ഈ ഫേക്ക് ഡിഗ്രി ഒക്കെ ഉള്ളവരെ കുറിച്ചാണെന്ന് പിന്നീട് മാറ്റി പറഞ്ഞെങ്കിലും ആരും മൈൻഡ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ഇത് ഇത്ര വലിയ സംഭവമായതോടെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ വരെ ഇതിൽ വന്ന് ചേരാൻ തുടങ്ങി. പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഈ പാർട്ടിയുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട് ഇന്നലെ ഇന്ത്യ മൊത്തം ബ്ലോക്ക് ചെയ്തു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? ഇതിന് നമ്മുടെ പാറ്റകൾ എങ്ങനെ പ്രതികരിച്ചെന്നറിയണ്ടേ? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. മിനിറ്റുകൾക്കകം അവർ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൊരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ വിചാരിച്ചോ ഞങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന്? കോക്രോച്ച് ഈസ് ബാക്ക്. ആറ്റം ബോംബ് വീണാലും ചാവാത്ത ജീവിയല്ലേ പാറ്റ. അവരെ അക്കൗണ്ട് കൂട്ടിച്ചാണോ തോൽപ്പിക്കുന്നത്? ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ചെയ്ത പാർട്ടിയൊന്നും അല്ല. ചിലപ്പോൾ കുറച്ച് ദിവസത്തിനകം ഈ ട്രെൻഡൊക്കെ അവസാനിച്ചെന്ന് വരാം. ജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവാക്കളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹസിച്ചാൽ അവർ സോഷ്യൽ മീഡിയയിൽ അതിനേക്കാളും വലിയ പരിഹാസം കൊണ്ട് തിരിച്ചടിക്കും. നിങ്ങൾ ഈ CJP പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ BJP ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.